പാഠം 679. മുൻകരുതലുകൾ നല്ലതാണ്. മോഹനേട്ടാ, പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളായിട്ടൊന്നുമില്ല, ധാരാളം വാർത്തയുണ്ട്. ഏടാ, രാവിലെ തന്നെ പൊളിച്ച തമാശയുടെ ഇറങ്ങിക്കോളൂ. എന്റെ ഈശ്വരാ, എത്ര നാളായി രാവിലെ ഇങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ മോഹനേട്ടൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ ഇരുന്നിട്ട്. അടുക്കളയിൽ ജാനകി ഉള്ളതുകൊണ്ട് എനിക്കൊരു ജോലിയില്ല. ജാനകി അങ്ങ് പറഞ്ഞോട്, പൈസ ലാഭിക്കാമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മോഹനേട്ടന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതൊന്നും നടക്കില്ല. ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് രാവിലെ ഒരു വഴക്കുണ്ടാക്കിയാലോ? ജോലിയൊന്നും കാണില്ല, പക്ഷേ എനിക്ക് വേറെ ജോലികളുണ്ട്. ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറാണ്. ആഹാ, ജാനകി ചായ ഉണ്ടാക്കി കഴിഞ്ഞു. മോഹനന്റെ അവിടെ ചായ ചോദിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരാളെ പുതിയതായി ജോലിക്ക് വന്നിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, അവളൊന്ന് പഠിച്ചോട്ടെ എന്ന്. ചേച്ചി വിചാരിക്കുന്ന പോലെ വലിയ ജോലിയൊന്നും അല്ല ഇത്. ഞാൻ ഇതിനു മുൻപ് ജോലിക്ക് നിന്ന വീട്ടിൽ 6 പേരുണ്ടായിരുന്നു. അതും 6 സ്വഭാവക്കാർ. ഒരാൾക്ക് സാമ്പാർ വേണോന്ന് പറഞ്ഞ അടുത്തയാള് പരിപ്പെന്ന് പറയും, മൂന്നാമത്തെ ആൾക്ക് മീൻകറി. എന്നാലും ഞാൻ എത്ര കഷ്ടപ്പെട്ടായാലും സമയത്തെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഈ അടുക്കളയിൽ ഒരു പവർ പ്ലഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മിക്സിയും ഗ്രൈൻഡറും ഒരുമിച്ച് ഉപയോഗിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ജോലിയൊക്കെ 7:30 തീരും. ഒരു പവർ പ്ലഗിന് വേണ്ടി ഞാൻ വാദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ജാനകി. മോഹനയുടെ പക്ഷെ സമ്മതിക്കില്ല. ഒരു ദിവസം ആയുള്ളൂവെങ്കിലും കക്ഷിയുടെ സ്വഭാവം ഏതാണ്ടൊക്കെ പിടിയിട്ട് കാണുമല്ലോ നിനക്ക്. പവർ പ്ലഗ് വെച്ചാൽ കറണ്ടിന്റെ ഉപയോഗം കൂടുവെന്ന്. വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചാൽ രാജ്യത്ത് ഊർജ പ്രതിസന്ധി ഉണ്ടാവുമെന്നാണ് കാരണമായിട്ട് പറയുന്നത്. പക്ഷേ കറണ്ട് ചാർജ് കൂടിയാലോ എന്നുള്ള പേടിയാണെന്നതാണ് സത്യം. നീ വിഷമിക്കണ്ട. ഇല്ലേ ഓഫീസറെ പറ്റിച്ച് ഒരു പവർ പ്ലഗ് വയ്ക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ കണ്ടിട്ടുണ്ട്. നേരായ വഴിക്ക് നടക്കാത്തത് വളഞ്ഞ വഴിക്ക് സാധിച്ചെടുക്കുക. ചേച്ചി ചായ കുടിക്ക്. ചായ കൊള്ളാലോ. സത്യം പറയാലോ ജാനകി, ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്ര നന്നാവില്ല. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ചായ കൊണ്ടേ മോഹനേട്ടന് കൊടുക്കുക. ഞാനോ? എനിക്ക് പേടിയോ? നിന്നെ പിരിച്ചുവിടാൻ എന്താ വഴിന്ന് ആലോചിച്ച് നടക്കാണ് വില്ലേജ് ഓഫീസർ. ഒരു നല്ല ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മനസ്സ് മാറിയാലോ. ചായ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീയാണെന്ന് തന്നെ പറയണം. വഴക്ക് പറയോ സാറ്? ഇല്ലില്ല, ആ ഒരു കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. എന്റെ അടുത്ത് കാണിക്കുന്ന ഈ കടുവയുടെ സ്വഭാവം വേറൊരു സ്ത്രീയുടെ അടുത്ത് കാണിക്കില്ല. ചെല്ലേ. അതെ, അതൊന്ന് ചോദ്യം സാർ. കെ മോഹനകൃഷ്ണൻ ഒരു കാര്യം ഏറ്റാൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എല്ലാം ഞാൻ നോക്കണം. അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആ റിപ്പോർട്ട് സാറിന്റെ മേശപ്പുറത്തിരിക്കും. ശരി സാർ. തഹസിൽദാർ, റവന്യൂ വകുപ്പിൽ ആകെ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്നെ ഉള്ളൂന്ന് പറ. എന്താ ചായ? ഭാവയുടെ അടുക്കളയിലുണ്ട്. എന്നിട്ട് അവിടെ ചായ കൊണ്ടുവരാത്തത്? എന്നോട് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. എന്തിന്? ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഭാര്യയാണ്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇതാരായി ചായ ഉണ്ടാക്കിയത്? ഞാനാണ് സർ. അടുക്കള ജോലിയൊന്നുമില്ലേ? ഉണ്ട്. ഓയോ ചെയ്തൂടെ? എന്ത്?
നീയായിരുന്നു? പിന്നെ ആര്? ഞാൻ കരുതി ആ കുട്ടിയായിരിക്കുന്നു. പിന്നെ അവകിതല്ലേ ജോലി. നീ എന്തിനാ ചായ ആ കുട്ടിയുടെ കൈ കൊടുത്തിട്ടെ? അവരുടെ ചായ കുടിച്ചോ? കുടിച്ചു. എങ്ങനെയുണ്ട്? ചായ അല്ലേ? അല്ല അഭിപ്രായം പറയാതിരിക്കുന്നു. അങ്ങനെ അല്ലല്ലോ മോഹനേട്ട വേണ്ടത്. സാധാരണ കുടിക്കുന്ന പോലത്തെ ചായ അല്ല എന്ന് കാണുമ്പോ ഒന്നെങ്കിൽ നന്നായി എന്ന് പറയണം, അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയണം. ആ നന്നായിട്ടുണ്ട്. എനിക്കറിയായിരുന്നു. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിലും നല്ല ചായയാണിത്. അപ്പൊ പിന്നെ ആ കാര്യം അവളോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവക്കത് സന്തോഷാവില്ലായിരുന്നു. അന്ന് ശരിയാവില്ല. എന്താണ് ശരിയാവാത്തത്? മോഹനേട്ടാ, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ശകാരിക്കുന്നതിനെക്കാട്ടിലും പ്രധാനമാണ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അഭിനന്ദിക്കുന്നത്. പക്ഷേ ഭാമേ, അവൾ ഇവിടുത്തെ ജോലിക്കാരിയാണ്, ഞാനോ ഇവിടുത്തെ ഗൃഹനാഥൻ. ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ജോലിക്കാരിയോട് ഗൃഹനാഥൻ നന്നായിരുന്നു ചായ എന്ന് പറഞ്ഞാൽ അവൾ എന്താ കരുതുക? എന്ത് കരുതാൻ? ഞാൻ ശൃംഗരിക്കാൻ ചെല്ലുകയാണ് എന്ന്. അയ്യേ, പിന്നെ അവൾ കൂടുതൽ 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 സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങും. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ മോഹനേട്ടാ, മറ്റുള്ളവരെ പറ്റി മോഹനേട്ടൻ കരുതുന്നൊന്നും ശരിയല്ല. വീട്ടുടമസ്ഥൻ ചായ കുടിച്ചിട്ട് അത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ചായ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനമേ ആവുള്ളൂ. അതാദ്യം പഠിക്കാൻ നോക്ക്. സാറേ, ആ ഉത്തമനാണല്ലോ. എന്താ നോക്കിട്ട് വരാം. എന്തൊരു ജന്മാ നോക്കണേ. നമസ്കാരമുണ്ട് സാർ. പുതിയ ജോലിക്കാരി എങ്ങനെയുണ്ട്? ജോലിക്കാരി ജോലി ചെയ്യുന്നു. അതെനിക്കറിയാം സാർ. ആൾ എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഏതാണ്ട് 5.5 അടി പൊക്കം. പേര് ജാനകി. വേറെന്താ അറിയേണ്ടത്? ഇതൊക്കെ എനിക്ക് അറിയാന്നുള്ള കാര്യമല്ലേ സാറേ. സ്വഭാവം എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, അപ്പോ സ്വഭാവം എങ്ങനെയാണെന്ന് അന്വേഷിക്കാതെയാണോ ഉത്തമൻ ആ കുട്ടി ഇവിടെ കൊണ്ടാക്കിട്ട് പോയത്? അതല്ല സാറേ, ഈ വീട്ടിൽ ജോലിക്ക് വന്നതിന് ശേഷം അവളുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഓരോ വീട്ടിലും അവൾക്ക് ഓരോരോ സ്വഭാവങ്ങളാണ് എന്നർത്ഥം. ഓ എന്റെ പൊന്ന് സാറേ, ഞാൻ ഒന്നും ചോദിച്ചില്ല, അതിനെ അങ്ങ് വിട്ടേക്ക്. നമസ്കാരം ഉണ്ടോക്കില്ലേ? നമസ്കാരം. ഉത്തമ, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഉത്തമൻ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സഹായമാണ് ജാനകി. നല്ല കുട്ടി, എല്ലാ ജോലിയും നന്നായിട്ട് അറിയാം. ഉത്തമൻ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാറേ, ജാനയെ പറ്റി അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ സാറിനത് മനസ്സിലായില്ല. അപ്പോ ജാനകിയെ പറ്റി അന്വേഷിക്കാൻ ഉത്തമൻ നാളെയും വരും. എന്തോന്ന് ഇല്ല പോയില്ല. സാർ. വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കല്ലേ. എനിക്ക് ഉത്തമനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജാനകി വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് 2 കാരണമുണ്ട്. ഒന്നാമത് അവ കൊടുക്കുന്ന ശമ്പളം. അത്രയും കാശ് പോകുന്ന കാര്യം ഓർത്ത് വില്ലേജ് ശ്വാസം മുട്ടുവല്ലോ, സ്വാഭാവികം. പിന്നെ സാറിന്റെ ആ പഴയ സ്വാതന്ത്ര്യം പോയി. പണ്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതല് ഭാമേ ഭാമേ എന്ന് വിളിച്ച് എന്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നല്ലോ. ഇപ്പൊ പുറത്തുനിന്ന് ഒരാളുള്ളതുകൊണ്ട് അതിനുള്ള അവസരം കുറഞ്ഞു. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന വില്ലേജ് ഓഫീസർ സ്വഭാവം എനിക്കല്ലേ അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജാനകി ഇറങ്ങി വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കൊണ്ടുവന്ന ആള് കൊള്ളാന്ന് വക്കീല് സമ്മതിച്ചു. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഉത്തമനെ വിളിക്കുമല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കൂല വക്കീലെ. അപ്പൊ ഞാൻ വരട്ടെ. ശരി. അയ്യോ, ആഹാ, ഇത്ര ഉടനെ വേഷം മാറി കഴിഞ്ഞോ? ഇതെവിടെ പോന്നത്ര നേരത്തെ? നേരത്തെ എങ്ങും പോകുന്നില്ല. വെറുതെ ഷർട്ടും മുണ്ട് മാറിയിരിക്കാലോ. ഇനിയിപ്പോ കാപ്പി കുടിച്ചിട്ട് ആഫീസിൽ പോയാൽ മതിയല്ലോ. വേണമെങ്കിൽ കാവ്യ നേരത്തെ തന്നെ കഴിക്കാം. അടുക്കളയിലെ ജോലിയെല്ലാം മിക്കവാറും തന്നെ ജാനകി തീർത്തു കഴിഞ്ഞു. നല്ല ഒന്നാന്തര ഇഡ്ലി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മോഹനേട്ടന് മനസ്സിലായോ ഒരു ജോലിക്കാരുള്ളതിന്റെ ഗുണം? മനസ്സിലായത് നേരെ തിരിച്ചാണ്. ജാനകി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി അവളുടെ ജോലികൾ കൃത്യമായി ചെയ്തു തീർത്തത് കൊണ്ട് എല്ലാ ജോലിയും ഇത്ര നേരത്തെ തീർന്നു. അങ്ങനെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ജോലിക്കാര് വേണ്ട എന്ന് വെക്കാമായിരുന്നു എന്നുള്ളതാണ് സത്യം. മോഹനേട്ടൻ അങ്ങനെ പറയുള്ളൂ കാര്യം എനിക്കറിയാം. ജാനകി വന്നു കയറിയ നിമിഷം മുതല് അവളെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഈ തലയിലെ ചിന്ത എന്നുള്ള കാര്യം എനിക്കറിയാലോ. പക്ഷെ മോഹനേട്ടന്റെ ആ ചിന്ത കയ്യിൽ വെച്ചാ മതി. ജാനകി ഇവിടെ തന്നെ ഉണ്ടാവും. അവ കൊടുക്കാനുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ നീ തന്നെ പിന്നെ മാറ്റി പറയാതിരുന്നാ മതി. വന്നിട്ട് 1 ദിവസമല്ലായുള്ളൂ.
ഇപ്പൊ അവള് വലിയ അച്ചടക്കമൊക്കെ കാണിക്കും. പിന്നെ എന്താ ഉണ്ടാവുന്ന കണ്ടു നോക്കാം. ശരി, ഞാനത് കണ്ടോളാം. ഈ ഷർട്ട് വെച്ചെങ്ങനെയുണ്ട്? ഇത് നീ ഇങ്ങനെയല്ലേ തേക്കുന്നത്? അതെ, പക്ഷെ ഇന്ന് ഷർട്ട് വെച്ചത് ഞാനല്ലല്ലോ, ജാനകിയല്ലേ. എന്തോന്നു അയ്യെന്ന് തേച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്നും എനിക്കിഷ്ടല്ല. എന്റെ ഷർട്ട് കൊണ്ട് നീ തേച്ചാ മതി. അത് വേറൊരടവ്. ഷർട്ടും മുണ്ടും ഞാൻ തേച്ചാ മതി, ചായ ഞാൻ കൊണ്ടുവന്നാ മതി, പിന്നെ ചായ ഞാൻ ഉണ്ടാക്കിയാ മതി. അങ്ങനെ കൊറേ കഴിയുമ്പോ എല്ലാം പഴയതുപോലെ തന്നെ ആവും. അപ്പൊ പിന്നെ ജാനകി പറഞ്ഞു വിടാലോ. അത് നടക്കൂല സാറേ, നടക്കൂല. ഒന്നുമില്ലേ? പിന്നെ താനത്തിന് എന്നെ കേട്ടപ്പോ മാറിയത്? ആര് മാറി? ഞാൻ മാറിയില്ലല്ലോ. കള്ളം പറയരുത്. താനത്തിന് എവിടെ നിൽക്കുന്നത്? ആ, ഇവിടെ നിൽക്കാൻ പാടില്ലേ? ഇത് PWD റോഡാ. ഓഹോ, തർക്കുത്തരം പറയാൻ വലിയ മിടുക്കനാണല്ലേ? ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ പറയും. സാറിന്റെ പാട് നോക്കിപ്പോ. എന്താ സാർ പെട്ടെന്നൊരു മനമാറ്റം? വീട്ടിൽ ജോലിക്കാരി വേണ്ടെന്നുള്ള കാര്യത്തിൽ വലിയ നിർബന്ധമായിരുന്നല്ലോ സാറിന്. ഇപ്പൊ എന്താ ഒരു മാറ്റം? എന്റെ ഇഷ്ടമല്ലല്ലോ കാഞ്ചനെ. നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ പണം ധൂർത്തടിക്കാൻ കണ്ടെത്തുന്ന വഴികളല്ലേ ഇതൊക്കെ? അയ്യോ സാർ, എന്നെ പറയണ്ട. എന്റെ വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നത് ഞാനാ. ഒരു ജോലിക്കാരിയെ നിർത്തണമെന്ന് പ്രഹ്ലാദൻ ചേട്ടനോട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സമ്മതിക്കണ്ടേ? സത്യത്തിൽ സാറിന്റെ വീട്ടിലൊരു വേലക്കാരി ഉള്ളത് നല്ലതാ. നിങ്ങൾ രണ്ടുപേർക്ക് ജോലിയുള്ളതല്ലേ. ഒരു വേലക്കാരില്ലാതെ ഒന്നും നടക്കില്ല. അതിനൊന്നും വലിയ കാര്യമില്ല സാറേ. രണ്ടുപേർക്കും ജോലിയുണ്ടെന്നുള്ളത് സമ്മതിച്ചു. പക്ഷേ വീട്ടിലാകെ ഇവര് രണ്ടുപേരല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള വീട്ടിൽ എന്താ ഒരുപാട് ജോലി? രാവിലെ എഴുന്നേറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, അത്ര തന്നെ. അത് വക്കീലിന് ചെയ്യാവുന്നതേ ഉള്ളൂ സാർ. ദേ ശിശുപാലൻ ചേട്ടാ, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയ്ക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്കാരി വേണമെന്നും പറഞ്ഞ് അവര് പണ്ടേ ബഹളം വെച്ചേനെ. രാവിലെ ഉണ്ടാക്കി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ തീർത്തു. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അടുക്കള തൂത്ത് വരണം, പാത്രം കഴുകണം, പിന്നെ പാചകം. അതിനിടയിൽ വീട് മുഴുവൻ വൃത്തിയാക്കണം, മുറ്റം തൂക്കണം. പിന്നെ മോഹനേഷ് സാറിന്റെ ഷർട്ട് മുമ്പ് അലക്കി കൊടുക്കണം, തേച്ചും കൊടുക്കണം. അതൊക്കെ വക്കീല് വേണ്ട ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞ് 10 മണി കഴിയുമ്പോ കോടതിയിലും പോകണം. നമുക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓഫീസിലെ ജോലി കഴിച്ചു. വക്കീലന്മാർക്ക് അങ്ങനെയാണോ? കേസ് പഠിക്കണം, കക്ഷികളെ കാണണം. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം വേലക്കാരി ഇല്ലാതെ കഴിഞ്ഞ വക്കീലിനെ സമ്മതിക്കണം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ വീട്ടിൽ പുറത്തുനിന്ന് ഒരാളുള്ളത് റിസ്കാ. അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? എന്ത് റിസ്ക്? സാറേ, പറഞ്ഞു കേട്ടിടത്തോളം ഈ പെൺകുട്ടി ചെറുപ്പക്കാരിയാ. സാറും വക്കീലും 10 മണി കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകും. പിന്നെ അവൾ ഒറ്റയ്ക്കാ. അവിടെ എന്താ നടന്നുകൂടാത്തത്? സാറേ, നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ സാറിന് അറിയാമല്ലോ. ഈ വേലക്കാരി പെണ്ണിന്റെ സ്വഭാവം എന്താണെന്ന് ആര് കണ്ടു? ആള് പെശകാണെങ്കിൽ ആ വീട്ടിൽ എന്ത് നടക്കും? ശിശുപാലൻ ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? ഞാൻ പറയുന്നതാണോ കുഴപ്പം? സാറേ, PWDയിലെ പുരുഷത്വം സാറിന് ഓർമ്മയുണ്ടോ? സാറിന്റെ ഭാര്യയ്ക്ക് വേലക്കാരി വേണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോഴാ സാർ ഒരു വേലക്കാരിയെ വെക്കാൻ സമ്മതിച്ചേ. പിന്നെ എന്തുണ്ടായി? സാറും ഭാര്യയും രാവിലെ ഓഫീസിലേക്ക് പോകും. വേലക്കാരി പെണ്ണ് അവളുടെ ഒരു ഇഷ്ടക്കാരനെ വീട്ടിലേക്ക് വിടും. ആരറിയായി? ഒരാളും സംശയിക്കില്ലല്ലോ. ഒടുവിൽ ഈ വേലക്കാരി പെണ്ണ് ഗർഭിണിയായപ്പോഴാ സംഗതി പുലിപാലായത്.
സാറാണ് കേസിലെ പ്രതിയെന്ന് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി. പിന്നെ അത് നാട്ടി പാട്ടായി, പ്രശ്നമായി. സാറ് പറയുന്ന ഒറ്റ ആളും വിശ്വസിച്ചില്ല. എന്തിന്? സാറിന്റെ ഭാര്യ എന്നെ പിണങ്ങി അവരുടെ വീട്ടിലേക്ക് പോയി. ഒടുവിൽ സാറിന്റെ ഏതോ ഒരു ബന്ധു സംഭവം പോലീസിൽ അറിയിച്ചു. അവര് വന്ന് അന്വേഷിച്ചപ്പോഴാ പെണ്ണ് സത്യം പറഞ്ഞു. അതുവരെ അവൾ ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. ഓ, അന്ന് സാർ അനുഭവിച്ച വേദനയ്ക്ക് കൈയും കണക്കുമില്ല. എന്റെ ശിശുപാലൻ ചേട്ടാ, ഏതോ ഒരു വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് എല്ലാ വീട്ടിലും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നാട്ടിലെ ഒറ്റ വീട്ടിലും വേലക്കാരെ വെക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ലേ? പിന്നെ താനത്തിന് എന്നെ കേട്ടപ്പോ മാറിയത്? ആര് മാറി? ഞാൻ മാറിയില്ലല്ലോ. കള്ളം പറയരുത്. താനത്തിന് എവിടെ നിൽക്കുന്നത്? ആ, ഇവിടെ നിൽക്കാൻ പാടില്ലേ? ഇത് PWD റോഡാ. ഓഹോ, തർക്കുത്തരം പറയാൻ വലിയ മിടുക്കനാണല്ലേ? ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ പറയും. സാറിന്റെ പാട് നോക്കിപ്പോ. കുറ്റിയിട്ടിട്ടുണ്ടാവും. ചാവിട്ട് തുറന്നു. കല്യാണം കഴിക്കാനൊക്കെ വീട്ടുകാരെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ എടുത്തിയടി കല്യാണം കഴിക്കാൻ പറ്റും. ആദ്യം ഒരു സ്ഥിര വരുമാനം വേണം, പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണും. ഇത് രണ്ടും കൂടി ഒത്തു കിട്ടാനാ പാട്. എന്റെ കാര്യം അതിലും കഷ്ടമല്ലേ? ആകെ അറിയാവുന്ന ജോലി ഇതാ. ഇതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ? സത്യത്തിൽ ഈ വീട്ടിൽ ജോലി കിട്ടിയത് നന്നായി. ഇവിടുത്തെ വക്കീലും സാറും രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. വാരിക വായിക്കുകയോ കിടന്നുറങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരിയാ, നല്ല സ്വസ്ഥതയുള്ള വീട്. ഈ പ്രദേശത്തെങ്ങും വേറെ വീടില്ലെന്നാ തോന്നുന്നു. ഈ പ്രദേശത്ത് വേറെ വീടൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നീ നേരെ ഇങ്ങോട്ട് കെട്ടിയത്. പക്ഷേ നിന്നേക്കാൾ ബുദ്ധി എനിക്കുണ്ടെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു. സാർ ഓഫീസിൽ നീ മിണ്ടരുത്. എനിക്ക് ഇവനോട് സംസാരിക്കണം. എത്ര നാളായുള്ള ഈ പരിപാടി തുടങ്ങിയിട്ട്? എന്ത് പരിപാടി? ഞാൻ ആരാണെന്ന് സാർ നീ ആരായാലും എനിക്കെന്താ? രാവിലെ റോഡിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ നിന്നെ നോട്ടമിട്ടതാ. നിനക്കൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ കണ്ടു. നീ എന്താ പറഞ്ഞത്? PWD റോഡാണ്, നിനക്ക് തോന്നുമ്പോൾ നിൽക്കാമെന്നല്ലേ? പക്ഷേ ഇപ്പൊ നീ എവിടെ നിൽക്കുന്നത്? എന്റെ വീടിന്റെ അടുക്കള. ഇവിടെ നീ എങ്ങനെ തോന്നുമ്പോൾ നിൽക്കും? സാർ ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. PWDയിലെ പുരുഷോത്തമ സാറിന്റെ വീട്ടിൽ കയറി അവിടെ ജോലിക്ക് ചെയ്യുന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് നീയല്ലേ? നിന്നെ കണ്ടാലേ നീ ആള് ശരിയല്ലെന്ന്. പക്ഷേ നിന്റെ വേഷം കെട്ട് മോഹനേശ്വരന്റെ വീട്ടിൽ നടക്കില്ല. നിനക്ക് തോന്നും പോലെ വന്ന് കയറിയിട്ട് ഓരോന്ന് ഒപ്പിച്ചിട്ട് അതിന്റെയൊക്കെ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നിന്റെയൊക്കെ പരിപാടി അല്ലേ? നടക്കില്ല. സാർ അനാവശ്യം പറയരുത്. നിനക്ക് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലാണ് കുറ്റം.
സുരേഷ് എന്താ പറ്റിയത്? എനിക്ക് വക്കീലല്ലേ അടുക്കളയിൽ പവർ ഫ്ലഗ് വെക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്. ആ സാർ അറിഞ്ഞാ പവർ ഫ്ലഗ് വയ്ക്കാൻ സമ്മതിക്കില്ല. സാർ ഓഫീസിൽ പോയിട്ട് വരാവൂന്ന് വക്കീല് പറഞ്ഞതുകൊണ്ട് ഞാൻ താഴെ കാത്തു നിന്നു. സാർ എന്നോട് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്തെങ്കിലും പറയണല്ലോ എന്ന് കരുതി ഇത് PWD റോഡല്ലേന്ന് ഞാൻ ചോദിച്ചു പോയി. സാറ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇതൊക്കെ സുരേഷ് രാവിലെ പറഞ്ഞാണല്ലോ, പിന്നെ എന്തുണ്ടായെന്ന് പറ. എന്നെ ജോലി ഏൽപ്പിച്ചിട്ട് വക്കീല് കോടതിയിൽ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ സാർ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. ദേഷ്യം വന്നപ്പോ സാറ് പോയി പണി നോക്ക്, എനിക്ക് എന്റെ ജോലി നോക്കണമെന്ന് ഞാൻ പറഞ്ഞതും സാറിന്റെ കോളറി പിടിച്ചു. പിന്നെ എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഒടുവിൽ ഈ പെൺകൊച്ചു ഒരു വിധത്തിലാ സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതോടെ സാറിനെ പിന്നെ കണ്ടിട്ടില്ല. വക്കീല് വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകാന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. വക്കീല് പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജാനകി, എന്താ പ്രശ്നം? എനിക്കറിയില്ല ചേച്ചി. ഏതോ പുരുഷോത്തമ സാറിന്റെ പേര് പറഞ്ഞു, പിന്നെ ഗർഭം, കേസ് എന്നൊക്കെ പറയുന്നു കേട്ടു. എന്നിട്ട് സാറെവിടെ? പുറത്തു പോയിട്ടില്ല, അകത്ത് കാണുമായിരിക്കും. ഇതെന്താണ് സംഭവം? അതിപ്പോ അയാള് പവർ പ്ലഗ് വയ്ക്കാമെന്ന് എനിക്കങ്ങനെ അറിയായിരുന്നു. ഞാൻ കരുതി ജാനകി കാണാമെന്നായിരിക്കുന്നു. എത്ര നാളായിട്ടൊരു പവർ പ്ലഗ് വെക്കുന്ന കാര്യം ഞാൻ പറയുന്നു, അപ്പോഴൊന്നും മോഹൻ അത് കേട്ടില്ല. അവസാനം മോഹനോട് പറയാതെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വക്കീൽ ഓഫീസിലെ ഇലക്ട്രിക്കൽ ജോലിക്ക് വരുന്ന സുരേഷ് അത്. ഞാൻ വിളിച്ചിട്ടാണ് സുരേഷ് വന്നത്. സുരേഷിനെ ജോലി ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഇറങ്ങിയത്. മോഹനയുടെ ഇതിനിടയ്ക്ക് എങ്ങനെ വന്നു? അവന് ചെറുപ്പക്കാരെ വേലക്കാരെ വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് ശിശുപാലൻ പറഞ്ഞു. ഈ സുരേഷിനെ രാവിലെ റോഡ് വെച്ച് കണ്ടതാ, അതാ സംശയം വന്നത്. ഈ മനുഷ്യന് നാണം കെടുത്തി നടക്കും. ഇപ്പൊ എന്തിനാണാവോ എന്നെ വിളിച്ചു വരുത്തിയത്? ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ചെയ്തല്ലായിരുന്നോ? വക്കീൽ വന്ന് രണ്ടാളെന്ന് അറിഞ്ഞിട്ട് അയാൾ പോകലെന്ന് പറഞ്ഞു. അപ്പൊ അവനെ നിന്നെ വിളിക്കല വേറെ എന്ത് ചെയ്യാനാ? നീ അയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞു വിട്. നീ പറഞ്ഞാലേ അയാൾ പോവൂ. എനിക്കൊരു ആപത്തം പറ്റിയാണെന്ന് പറയേ. ചെല്ല്. പിന്നെ പിന്നെ ഇവിടെ നടന്നെന്ന് ആരോടും പറയണ്ടെന്നൂടെ പറഞ്ഞേക്കണേ. മുൻകരുതലുകൾ തീർച്ചയായും നല്ലതാണ്. പക്ഷേ ശിശുപാലന്റെയോ സ്വയംപ്രഭയുടെയോ വാക്ക് കേട്ട് വില്ലേജ് ഓഫീസർ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കഥയുടെ പേരിലായിരുന്നില്ല മുൻകരുതൽ സ്വീകരിക്കേണ്ടത്. മോഹനകൃഷ്ണന്റെ മുൻകരുതൽ അതിര് കടന്നു പോയെങ്കിലും വലിയ പ്രശ്നങ്ങളിൽ എത്താതെ അവസാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.